എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാമ്പഴ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. വേറെ കറികളൊന്നും ഇല്ലാതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മാമ്പഴ പുട്ടുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് ഒന്ന് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ വലിപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അധികം പഴുത്തിട്ടുള്ള മാങ്ങയല്ല, പക്ഷെ ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ നല്ല പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാകുമ്പോഴാണ് പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ ഒരു പകുതി മാങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനായിട്ട് മറക്കല്ലേ. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടുകയും ചെയ്യാം, അതിനും കുഴപ്പമില്ല. ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പുട്ടിനൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ആ പഞ്ചസാരയും കൂടെ ചേർത്തത്. അപ്പോൾ ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഈ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. മാങ്ങ അരച്ചെടുത്ത സമയത്ത് ചേർത്തിരുന്ന 1/4 കപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ. അല്ലാതെ പുട്ട് നനയ്ക്കുന്ന സമയത്ത് വേറെ നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ പൊടിയൊന്ന് നനച്ചെടുക്കുക. ഇത് പൊടി നനച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലായിരിക്കും, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു അരമണിക്കൂർ കൊണ്ട് ആ പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കറക്റ്റ് ആ ഒരു പുട്ടുപൊടിയുടെ ആ ഒരു പരുവത്തിലായി കിട്ടും. ഈ പുട്ട് നനയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാങ്ങ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നനച്ചെടുക്കാം. ഞാനിപ്പോൾ അത് രണ്ടും ചേർക്കുന്നില്ല. അത് രണ്ടും ഞാൻ ഇടയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാം. അപ്പോൾ ആ അരച്ച് വെച്ചിരുന്ന ആ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്രയും ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് നനച്ചെടുക്കാം. ഇപ്പോൾ അത് ആ പുട്ടിൻ്റെ പൊടിയൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണല്ലോ കാണുന്നത്. പക്ഷേ ഒരു അരമണിക്കൂർ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഈ പൊടിയൊക്കെ കുതിർന്ന് കറക്റ്റ് പരുവത്തിനായിട്ട് ആയി കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കറക്റ്റ് പരുവത്തിനായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമുക്ക് ആ പുട്ടിന് നനയ്ക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് പൊടിയൊക്കെ കുതിർന്ന് കറക്റ്റ് പരുവത്തിനായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പുട്ടുകുറ്റിയിൽ ആദ്യം ചില്ലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ഇടയ്ക്ക് ഫില്ലിംഗ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇടയ്ക്ക് വീണ്ടും തേങ്ങയും ചേർത്ത് പുട്ടുപൊടിയും ബാക്കിയും കൂടെ നിറച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിറച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് പുട്ടുകുടത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ പുട്ടുകുറ്റിയും കൂടെ വെച്ച് കൊടുത്ത് പുട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. നല്ല ആവി പറക്കുന്ന മാമ്പഴ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. വേറെ കറികളൊന്നും ആവശ്യമില്ല. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പുട്ടിന് നല്ലൊരു യെല്ലോ കളറും കിട്ടും, നല്ല മധുരവും ഉണ്ടായിരിക്കും. ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ, അപ്പോൾ ധാരാളമായിട്ട് പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ഇതിന് മുന്നേ ഞാൻ ചക്കപ്പുട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ചക്കയുടെയും സീസൺ ആയതുകൊണ്ട് ചക്കയും ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ചക്കപ്പുട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. പഴുത്ത മാമ്പഴം വെച്ചിട്ട് ഒരു ലഡുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഇത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്